മുഖം നഷ്ടപ്പെടുമ്പോൾ അത് രക്ഷപ്പെടുത്താൻ വേണ്ടി എന്തെങ്കിലും കാണിക്കുന്നതിന് ഇപ്പം നമുക്കെന്ത് പറയാൻ പറ്റും? സത്യത്തിൽ നിയമത്തിൻ്റെ വഴിക്ക് പോകണമെന്നുള്ള കാര്യം ഞങ്ങൾക്കാർക്കും അഭിപ്രായ വ്യത്യാസമൊന്നും ഉണ്ടായിട്ടില്ല. തന്ത്രിയെ അറസ്റ്റ് ചെയ്തപ്പോൾ ഞങ്ങൾ പറഞ്ഞ അത്ര തന്നെയാണ്. തന്ത്രിയെ അറസ്റ്റ് ചെയ്ത് മന്ത്രിയെ രക്ഷിക്കാൻ ശ്രമിക്കരുത്. അറസ്റ്റ് ചെയ്യുമ്പോൾ ആവശ്യമായ തെളിവുകളുണ്ടെന്ന് ഉറപ്പുവരുത്തണമെന്ന് ഞങ്ങൾ പറഞ്ഞതാണ്. അറസ്റ്റ് ചെയ്യുന്നതിലൊരു കുഴപ്പമില്ല. കുറ്റം ചെയ്ത ആൾ അറസ്റ്റ് ചെയ്യപ്പെടണ്ടേ? കുറ്റം ചെയ്തും തെളിവ് കിട്ടിയാൽ അറസ്റ്റ് ചെയ്യപ്പെടണ്ടേ? പക്ഷേ ഇവിടെ കോടതി തന്നെയാണ് പറഞ്ഞത്, ഞങ്ങളാരുമല്ല പറഞ്ഞത്. വിജിലൻസ് കോടതിയാണ് പറഞ്ഞത്. ജാമ്യം നൽകിയ ഉത്തരവിൽ പറഞ്ഞിരിക്കുന്നത് തെളിവിൻ്റെ കണിക പോലുമില്ല. ആ വാചകമാണ് ഉദ്ദേശിച്ചത്. നോട്ട് ഈവൻ ആൻ അയോട്ട ഓഫ് എവിഡൻസ്. എന്തിനാണ് മന്ത്രി അങ്ങനെ ശ്രമിക്കുന്നത്? കോടതി വിധി പറഞ്ഞാൽ ആ കോടതി വിധിയെ വിമർശിക്കാൻ മന്ത്രി കാണിക്കുന്നത്, കോടതി വിധി തന്ത്രിയുടെ ഇതിൽ തെളിവില്ല എന്ന് പറയുമ്പോൾ ആ കോടതി വിധി തെറ്റാണെന്ന് മന്ത്രി പറയുന്നതിൻ്റെ പിന്നിലെ ഉദ്ദേശം എന്താണ്? അവിടെയാണ് ഈ ഗൂഢാലോചന ഞങ്ങൾ പറയുന്നത്. തന്ത്രിയോടുള്ള വൈരാഗ്യം അവിടെയാണ് പ്രതിഫലിക്കുന്നത്. അല്ലെങ്കിൽ മന്ത്രിക്ക് പറയാൻ പറ്റില്ല. ഒരു കോടതി വിധി വന്നു കഴിഞ്ഞാൽ ആ കോടതി വിധിയെ പോലും വിമർശിക്കുകയല്ല ചെയ്ത് മന്ത്രി. ഞങ്ങളാരും കോടതി വിധിക്ക് മുമ്പായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. തന്ത്രിയെ അറസ്റ്റ് ചെയ്യരുതെന്നോ അറസ്റ്റ് ചെയ്ത് തെറ്റാണെന്നൊന്നും പറഞ്ഞിട്ടില്ല. കോടതിയുടെ വിധി വന്നപ്പോഴാണ് ഞങ്ങൾ പറഞ്ഞത് തന്ത്രിയെ അറസ്റ്റ് ചെയ്തത് മുൻ വൈരാഗ്യം തീർക്കാനാണോ സംശയമുണ്ട്, യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് തന്ത്രി എടുത്ത നിലപാടുകളിലെ വൈരാഗ്യം തീർക്കാനാണോ എന്ന് സംശയമുണ്ട്. അത് തന്ത്രിയും പറഞ്ഞിട്ടുണ്ടെന്ന്. അപ്പോൾ അത് പറയുമ്പോൾ ആ കോടതി വിധി ഇന്നിപ്പോൾ ഞാൻ കേട്ടു നിയമസഭയിൽ അദ്ദേഹം പറയുന്നത്, ആ കോടതി വിധിക്കെതിരെ പറയുമ്പോൾ, ആ കോടതി വിധി തെറ്റാണെന്ന് പറയുമ്പോൾ തന്ത്രിയെ കുറ്റക്കാരനാണെന്ന് കാണിക്കാനുള്ള ഒരു വ്യഗ്രത മന്ത്രി എന്തിനാണ് കാണിക്കുന്നത്? അല്ല, അങ്ങനെ ആര് പറഞ്ഞു? ഞാൻ കോടതി വിധിയാണ് പറയുന്നത്. കോടതി വിധിയിൽ ഒന്നും പറയാനില്ല, ബാധകമല്ല. കോടതി വിധിയിൽ ഇങ്ങനെ വന്നിട്ടുണ്ടോ? തെളിവിൻ്റെ കണിക പോലും ഇല്ല എന്നുള്ള വാചകം അതിനകത്തുണ്ടോ? തെളിവിൻ്റെ കണികയില്ലാതെ 41 ദിവസം ഒരാളെ അതേ കോടതി തന്നെ മറ്റ് 2 മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരുടെ ജാമ്യാപേക്ഷയിൽ പറഞ്ഞ ഇതല്ല. ക്ലിയറാണ്. അപ്പോൾ കൃത്യമായിട്ടും നിയമത്തിൻ്റെ വഴിക്ക് പോട്ടെ, ഹൈക്കോടതി പോട്ടെ, സുപ്രീം കോടതി പോട്ടെ, ആരെതിർക്കുന്നത്? പക്ഷേ ഗവൺമെൻറ്റിൻ്റെ ഇൻറ്റൻഷൻ തന്ത്രിയും കൂടി പ്രതിയാണെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം ആദ്യമേ ഉണ്ടായിരുന്നു എന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതാണ് ഇന്ന് നിയമമന്ത്രിയുടെ പ്രസ്താവന.